അത് ഭൂമിശാസ്ത്രപരമായി ഘടന കൊണ്ട് സംഭവിച്ചിരിക്കുന്നതാ. പക്ഷെ പോയ മെത്രാന്മാർ എന്താ വിചാരിച്ചെന്നറിയോ? ഇതാണ് വത്തിക്കാൻ കൊണ്ടുവരാൻ പോകുന്ന നവീകരണം, ലിറ്റർജി നവീകരണം. അവിടെ നിന്ന് മെത്രാന്മാരെല്ലാവരും അതാത് രൂപതയിലേക്ക് എഴുതി ജനാഭിമുഖ കുർബാന തുടങ്ങാൻ. കാരണം ഇതാണ് രണ്ടാം വത്തിക്കാൻ സൂനദോസ് കൊണ്ടുവരുന്ന നവീകരണമെന്ന് മെത്രാന്മാർ തെറ്റിദ്ധരിച്ചു. ലോകമെമ്പാടും ഇത് തുടങ്ങി ജനാഭിമുഖ കുർബാന. മെത്രാന്മാര് ഈ ജനാഭിമുഖ കുർബാന വാക്ക് പോലും ചർച്ച ചെയ്തിട്ടില്ല, ആ വാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല രണ്ടാം വത്തിക്കാൻ സൂനദോസിൽ. ഇങ്ങനെ ചിന്തിച്ചിട്ടുമില്ല. പക്ഷേ 3 വർഷം കഴിഞ്ഞ് ഈ സിനഡെല്ലാം കഴിഞ്ഞ് സൂനദോസ് കഴിഞ്ഞ് 65 സൂനദോസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മെത്രാന്മാർ കാണുന്നത് മുഴുവൻ, അല്ലെങ്കിൽ സഭ മുഴുവൻ കാണുന്നത് എല്ലാവരും ജനാഭിമുഖ കുർബാന തുടങ്ങി. അതുകൊണ്ടാണ് ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നത് രണ്ടാം വത്തിക്കാൻ സൂനദോസിനെ തെറ്റിദ്ധരിച്ചിട്ടും മാർപ്പാപ്പ ചൊല്ലുന്ന വിധത്തെ അത് മാർപ്പാപ്പ കിഴക്കോട്ട് നോക്കിയാണ് നിൽക്കുന്നതെന്ന കാര്യം മനസ്സിലാക്കാതെ ജനങ്ങൾക്ക് അഭിമുഖം നിൽക്കുന്നെന്ന് മെത്രാന്മാരെ തെറ്റിദ്ധരിച്ചിട്ടുമാണ് ഈ ജനാഭിമുഖ കുർബാന തുടങ്ങിയെന്ന് ഈ